ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ബസ് പാർട്ടി ടു ഹെൽ എന്ന മൂവിയുടെ കഥയാണ്. ഈ മൂവി പ്രായപൂർത്തിയായവർ മാത്രം കാണേണ്ട മൂവി. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയൊരു ബസ് നിൽക്കുന്നു. ബസ്സിന് തൊട്ടടുത്ത് കണ്ടക്ടറെ പോലെ ഒരു ലേഡി നിൽക്കുന്നു. അവൾ പറയുന്നു, മാഡം, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? പാർട്ടിക്ക് എത്രയാണ് എമൗണ്ട് എന്ന് അവൾ ചോദിക്കുന്നു. ഇല്ല മാം, ഈ ബസ് പുതുതായി ഇപ്പോഴാണ് ഇറക്കിയിട്ടുള്ളത്. ഈ ബസ് പുതിയതായതിനാൽ നിങ്ങൾക്ക് ഫ്രീ ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ വരാം. എന്ത് ഫ്രീയോ എന്ന് പറഞ്ഞ് അവൾ സന്തോഷിക്കുന്നു. അതിനുശേഷം അവൾ ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞ് ബസ്സിൽ കയറുന്നു. അവൾ ബസ്സിൽ കയറിയതിനു ശേഷം ആ ബസ് ഡോർ ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നോക്കിയാൽ ആ ബസ് ഒരു മരുഭൂമിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മൂവിയുടെ പേരെഴുതി കാണിക്കുന്നു. തുടർന്ന് ബസ്സിന്റെ റണ്ണിങ് കാണിക്കുന്നു. എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ബസ്സിൽ അവസാനം കയറിയ ആ പെൺകുട്ടിയില്ലേ, അവൾ എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ അവൾ ധരിച്ചു വന്നിരുന്ന ഒരു ടീഷർട്ടില്ലേ കൊണ്ട് പറയുന്നു, അടിപൊളി പെണ്ണല്ലോ എന്ന്. അപ്പോൾ അവൻ്റെ ഭാര്യ പറയുന്നു, എന്നെ അടുത്ത് നിർത്തിക്കൊണ്ട് അവളെ നോക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ ഇടിക്കുന്നു. ഇവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡ്രൈവർ ബസ് ഓടിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയോട് ആ ബസ്സിലെ വേറൊരു പെൺകുട്ടി സംസാരിക്കുന്നു. എടി, നീ വളരെ ക്യൂട്ടാണല്ലോ, എനിക്ക് നിന്നെ പോലെ ഫ്രീ ആയിരിക്കണം എന്നാണ് ആഗ്രഹം. എന്നാൽ എനിക്ക് കുറച്ച് നാണമുണ്ട്, അതുകൊണ്ടാണ്. അതിനുശേഷം ഇതെന്താണ് ഇത്ര സോഫ്റ്റ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ തടവിക്കൊണ്ടിരുന്നു. അടുത്ത സീനിൽ ആ ബസ് വരുന്ന മരുഭൂമിയിലെ റൂട്ടിൽ ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഏയ്, ഇങ്ങനെയല്ല, അങ്ങനെ നിൽക്കൂ, അങ്ങനെയല്ല, ഇങ്ങനെ നിൽക്കൂ എന്നെല്ലാം അയാൾ പറയുന്നു. അതിന് ആ പെൺകുട്ടി പറയുന്നു, എനിക്ക് വളരെ നാണമായിരിക്കുന്നു, നിങ്ങളൊന്ന് വന്ന് നിന്ന് നോക്കൂ, അപ്പോൾ അറിയാം, എനിക്ക് നാണമൊന്നുമില്ല, ഞാൻ വന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അയാൾ ഷർട്ടെല്ലാം ഊരുന്നു. അതിനവൾ ഇയാളെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു നിൽക്കുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ട് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു പെൺകുട്ടിയെ കാണിച്ചില്ലേ, ആ പെൺകുട്ടി അങ്ങോട്ട് വരുന്നു. ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഓടി വരുന്നു. വന്നതിന് ശേഷം അവർ വന്നുകൊണ്ടിരിക്കുന്നു. അവർ നമ്മളെ കൊല്ലും എന്ന് പറയുന്നു. ഉടനെ അവൾ ആരാണ് വരുന്നത്, ആരെയാണ് ഇവർ പറയുന്നത് എന്ന് പറഞ്ഞു നോക്കുന്നു. അവർ ഏലിയൻസ്, അവർ നമ്മളെ കൊല്ലും എന്ന് പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇവർക്ക് ഭ്രാന്തായിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ എന്തോ പോലെ നോക്കുന്നു. ഇവൾ അങ്ങനെ പറഞ്ഞതിന് പിന്നാലെ പെട്ടെന്ന് ഏലിയൻസിന്റെ പോലെ ഒരാൾ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നില്ലേ, ആ പെൺകുട്ടി അവളെ പിടിക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെയും ആ ഫോട്ടോ എടുത്തിരുന്നില്ല ഒരാൾ, അയാളെയും കൊന്നു തള്ളുന്നു. അതിനുശേഷം മറ്റേ പെൺകുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ 2 ഏലിയൻസിനെയും അടിച്ച് ഒരു വിധത്തിലാക്കുന്നു. ഇനി ആരെങ്കിലും വന്നാൽ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നു പോകുന്നു. അതിനുശേഷം വീണ്ടും ആ ബസ് കാണിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി റോഡിൽ വന്ന് ഹെൽപ്പ് ഹെൽപ്പ്, ലിഫ്റ്റ് തരൂ എന്ന് നടു റോഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഡ്രൈവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടി നിർത്താതെ അവളെ ഇടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ബസ് കുലുങ്ങുന്നു. ബസ്സിനുള്ളിൽ നിന്ന് ഒരുത്തൻ വന്ന് ചോദിക്കുന്നു, എന്താണ് ഉണ്ടായതെന്ന്. അതിനവർ, ഞാൻ പറഞ്ഞില്ലേ ഈ റോഡ് ശരിയല്ല എന്ന്, അതുകൊണ്ടാണ്, പോയി ഉള്ളിൽ പോയി പാർട്ടി എൻജോയ് ചെയ്യൂ എന്ന് പറയുന്നു. അതിനുശേഷം വണ്ടി ഇടിച്ച് താഴെ വീണ ആ പെൺകുട്ടിയെ കാണിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, ആരെ കൊണ്ടും രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ ഡ്രൈവർ ബസ് നടു റോഡിൽ നിർത്തി അവരോട് വന്ന് പറയുന്നു, വണ്ടി എന്തോ റിപ്പയർ ആയിട്ടുണ്ട്, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം, നിങ്ങൾ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കൂ. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ബസ്സിലുള്ളവർ പാട്ടും പാടി ഡാൻസും ചെയ്ത് വളരെയധികം എൻജോയ് ചെയ്യുന്നു. അവർ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് കയറിയില്ലേ ഒരു പെൺകുട്ടി, അവൾ അങ്ങോട്ട് വരുന്നു. അവളാണ് ഈ മൂവിയിലെ ഹീറോയിൻ. അവളും വേറൊരു പെൺകുട്ടിയും ചേർന്ന് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് റെസ്റ്റ് റൂമിനുള്ളിലേക്ക് പോകുന്നു. അതിനുശേഷം ഈവനിങ്ങിൽ കപ്പിൾസ് ഉണ്ടായിരുന്നില്ലേ, അതിലെ ലേഡി പറയുന്നു, എനിക്ക് അർജന്റായി വാഷ്റൂമിൽ പോകണമെന്ന്. അപ്പോൾ ശരി, വേഗം പോകൂ, എല്ലാത്തിനും ഞാൻ കൂടെ വരണമോ എന്ന് അവൻ പറയുന്നു. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അവർ ബസ്സിന് എന്താണ് കംപ്ലൈന്റ് എന്ന് പരിശോധിക്കുന്നു. ബസ്സിന്റെ രാത്രിയാകുന്നു. അപ്പോൾ ഇവൾ വീണ്ടും റെസ്റ്റ് റൂമിൽ പോകുന്നു. ഇവൾ റെസ്റ്റ് റൂമിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ആരോ പിടിക്കുന്നു. അവൾ എല്ലാവർക്കും ബസ്സിൽ കയറുവാൻ സാധിച്ചില്ല, ചിലർക്ക് മാത്രമാണ് ബസ്സിൽ കയറുവാൻ സാധിച്ചത്. ബാക്കിയുള്ളവരെല്ലാം
അവരുടെ കയ്യിലകപ്പെട്ടു മരിച്ചു പോകുന്നു. എല്ലാവരും ബസ്സിൽ കയറൂ എന്ന് ആ റെഡ് കളർ ഷർട്ട് ധരിച്ച ആൾ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറ്റാവുന്നവർ ബസ്സിനുള്ളിൽ കയറുന്നു. അവർ ബസ്സിൽ കയറിയ ഉടനെ ഡോർ ലോക്ക് ചെയ്യുന്നു. കൊണ്ട് അവൾ ബഹളം വയ്ക്കുവാൻ തുടങ്ങുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും ബസ്സിന്റെ അടുത്ത് നിന്ന് പോകുന്നു. ബസ്സിലുണ്ടായിരുന്ന റെഡ് ഷർട്ട് ധരിച്ച ആൾ പറയുന്നു, നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മുടെ കാര്യം പോക്കാണ്. നമുക്ക് എത്ര നേരമാണ് ഇതിനുള്ളിൽ ഇരിക്കുവാൻ കഴിയുന്നത്? അത്രയും നേരം നമുക്ക് ഇവിടെ ഇരിക്കണം. എന്നാൽ ഈ ബസ് ഇവിടെ നിന്ന് ഓടിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കില്ല. കീ നമ്മുടെ കയ്യിലില്ല. ഭക്ഷണം, വെള്ളം എന്നിവയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരുവൾ പറയുന്നു, നമുക്ക് ഡ്രൈവറെ വിളിക്കാമെന്ന്. അപ്പോൾ അയാൾ പറയുന്നു, നിങ്ങൾക്കൊരു സത്യം അറിയാമോ? നമ്മളെ കൊണ്ടുവന്ന ഡ്രൈവർ ഒറിജിനൽ ഡ്രൈവർ അല്ല. ഒറിജിനൽ ഡ്രൈവർ ബസിന്റെ ഡിക്കിയിൽ മരിച്ചു കിടക്കുന്നുണ്ട്. കുറച്ചു നേരം മുൻപ് ഞങ്ങൾ കണ്ടതാന്ന് എന്ന് പറയുമ്പോൾ വീണ്ടും എല്ലാവരും ഭയക്കുവാൻ തുടങ്ങുന്നു. അതിനുശേഷം രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും പുലമ്പിക്കൊണ്ടിരുന്നു. ആ സമയം പുറത്തേക്ക് നോക്കുമ്പോൾ എന്തോ തീ കായുന്നത് പോലെ ഒരാൾ തീ കത്തിച്ചുകൊണ്ട് ഉറക്കെ പറയുന്നു, നിങ്ങളാരും ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല. ഞങ്ങളുടെ ദൈവത്തിന്റെ ബലിമൃഗങ്ങളാണ് നിങ്ങൾ എന്ന് ആക്രോശിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്ന് അവൾ ധരിച്ചിരുന്ന വസ്ത്രമെല്ലാം അഴിച്ചു കളഞ്ഞ് എന്തോ പ്രത്യേകതയുള്ള ആചാരം പോലെ അവളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നു. ഈ സീനുകൾ കാണുമ്പോൾ അറപ്പുണ്ടാക്കുന്നതാണ്. ഇവരെല്ലാം ആരാണ്? മനുഷ്യന്മാരാണോ അതോ പ്രേതങ്ങളോ എന്നവർ പരസ്പരം ചോദിക്കുന്നു. പിന്നീട് അവിടുത്തെ ആചാരങ്ങൾ കഴിഞ്ഞതിനു ശേഷം വസ്ത്രങ്ങളെല്ലാം അലങ്കോലമായിട്ട് ആ കാട്ടുവാസികൾ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഹീറോ പറയുന്നു, ഇതിന് എന്തോ വഴിയുണ്ടാകും. ബസിന്റെ എല്ലാ മുക്കിലും മൂലയിലും അന്വേഷിക്കുവാൻ പറയുന്നു. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുവാതിരിക്കില്ല. അതിനുശേഷം പേടിച്ച പോലെ ഒരാളെ കാണിക്കുന്നു. അവൻ ഇതെല്ലാം കണ്ടു വളരെ പേടിച്ചു നിൽക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ വരുവാനേ പാടില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയം അയാളുടെ തലയ്ക്ക് മുകളിലായി ബസ്സിൽ എയർ കടക്കുന്നതിനായി ഒരു ഡോർ ഉണ്ട്. ആ ഡോർ തുറന്ന് അതിൽ കൂടെ ഒരു കയർ വന്ന് അവന്റെ കഴുത്തിൽ പിടിച്ച് വലിക്കുന്നു. അപ്പോൾ രണ്ടു പെൺകുട്ടികൾ അയാളെ രക്ഷിക്കുന്നതിനായി കുറെ ശ്രമിക്കുന്നു. ആ നേരത്ത് മുകളിലുണ്ടായിരുന്ന അയാളെ കൊല്ലുന്നു. ഈ സമയം ഹീറോ പിന്നിലൂടെ ഡിക്കിയിലേക്ക് പോകാതെ ബസിന്റെ ഒരു ഫ്ലോറിൽ നിന്ന് താഴേക്ക് വരുന്നു. താഴെ വന്ന ഉടനെ താഴെയുണ്ടായിരുന്ന ലഗേജുകളെല്ലാം മേലേക്ക് വെക്കുന്നു. ആക്ച്വലി അവൻ എന്താണ് താഴെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവന്റെ ബാഗിൽ ഒരു തോക്കുണ്ട്. ആ തോക്ക് എടുക്കുന്നതിനാണ് അവൻ താഴെ വന്നത്. അപ്പോൾ ആ കപ്പിൾസിലെ ലവർ ലേഡീസിന്റെ ബാഗ് എല്ലാം തുറന്നു നോക്കുമ്പോൾ അതിൽ വേറെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അത് കണ്ടപ്പോൾ അവൻ പറയുന്നു, ലവർ എല്ലാം ഉള്ളപ്പോൾ എന്തിനാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്? അതിനുശേഷം താഴെ കാണിക്കുന്നു, നമ്മുടെ ഹീറോയ്ക്ക് ഗൺ കിട്ടിയിരിക്കുന്നു. അവൻ ഗൺ എടുത്തു നോക്കുമ്പോൾ അവിടെ നിന്നും ഓടിപ്പോയി ഒരു ഡ്രൈവർ. അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൾ പുറത്തുനിന്ന് ഡിക്കി ഓപ്പൺ ചെയ്യുന്നു. അവളെ കണ്ടതും അവൻ ഷോക്കാകുന്നു. അതിനുശേഷം തോക്കു ചൂണ്ടി മര്യാദയ്ക്ക് അകത്തേക്ക് വരൂ അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം അവളും അകത്തേക്ക് വരുന്നു. അകത്തേക്ക് വന്നതിന് ശേഷം ഏതോ വട്ടുകേസ് പോലെ അവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകളെല്ലാം പോയി അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴിക്കുന്നു. അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചതിന് ശേഷം അവളുടെ ശരീരം നോക്കുമ്പോൾ എന്തൊക്കെയോ ചിഹ്നങ്ങൾ അവളുടെ ശരീരത്തിൽ വരച്ചു വെച്ചിരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവളും ആ കാട്ടുവാസി കൂട്ടത്തിലുള്ള ഒരാളാണെന്ന്. അപ്പോൾ ഹീറോ പറയുന്നു, അനങ്ങാതെ നിൽക്കൂ അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ നിങ്ങളെല്ലാവരെയും അറിയാതെ കൊണ്ടുവന്നതല്ല, അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. നിങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ ദൈവത്തിനു വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. ശരിക്കു പറഞ്ഞാൽ അയാളാണ്. അല്ല, സത്യമാണ്. നിങ്ങളിൽ ഒരു കന്യകയുണ്ട്, അവളാണ് ഞങ്ങൾ ആവശ്യം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരെല്ലാം പറയുന്നു, ഫ്രഷോ? ഞങ്ങളാരും ഫ്രഷ് അല്ലല്ലോ, എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അല്ല, ഉണ്ട്, അവളാണത്. അങ്ങനെ ആ ഹീറോയിനെ കാണിക്കുന്നു. അപ്പോൾ ആ ഹീറോയിൻ, അതെ, ഞാനൊരു പുരുഷന്റെ കൂടെ ഇതുവരെയും ഞാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അല്ല, ഇതെല്ലാം എങ്ങനെ നിനക്കറിയാം എന്നു ചോദിച്ചുകൊണ്ട് അവൾ പുലമ്പുന്നു. എനിക്കെല്ലാം അറിയാം. നിന്റെ അച്ഛനും അമ്മയും ഒന്നും ഒറിജിനൽ അല്ല. നീ ജനിച്ചതും ഞങ്ങളുടെ ആൾക്കാർ നിന്നെ സിറ്റിയിൽ കൊണ്ടുവിട്ടു. ഇപ്പോൾ യഥാർത്ഥ സമയം വന്നിരിക്കുന്നു എന്ന് അവൾ പറയുമ്പോൾ ആ ഹീറോയിൻ പറയുന്നു, എനിക്ക് ആരും വേണ്ട, ഒന്നും വേണ്ട. എന്റെ ലൈഫ് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറയുന്നു. അപ്പോൾ പുറത്തുണ്ടായിരുന്നവർ എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവർ മന്ത്രവാദങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും തോറും അവിടെ അകത്തുണ്ടായിരുന്ന ബസ് ഡ്രൈവർ കുഴഞ്ഞു താഴെ വീഴുന്നു. അതിനുശേഷം കുറച്ചു കഴിഞ്ഞ് അവർ മന്ത്രവാദം ചെയ്യും തോറും പാമ്പ്, തേൾ എന്നിങ്ങനെയുള്ള എന്തൊക്കെയോ വിഷജീവികൾ വരുന്നു. ആ സമയം ആ ഡ്രൈവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹീറോയെ കുത്തുന്നു. അവൻ മരണത്തിന്റെ വക്കിൽ എത്തുന്നു. ഇതെല്ലാം നടക്കുന്ന സമയത്ത് ആ ഹീറോയിൻ ആകെ വിഷമിക്കുന്നു.
പറയുന്നു, എല്ലാം താൻ മൂലമാണ്. ഞാൻ ഈ ബസ്സിൽ കയറാതെ ഇരുന്നാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നേനെ. ഞാൻ ഈ ബസ്സിൽ കയറിയത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അവളുടെ കൂടെയുണ്ടായിരുന്ന അവൾ പറയുന്നു, അങ്ങനെയൊന്നും പറയില്ലേ, ഞങ്ങളെല്ലാവരും നിന്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ആരും നിന്നെ അപകടത്തിലേക്ക് തള്ളിവിടില്ല എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവൾ വിഷമിക്കുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട് ഒരു ഐഡിയ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇവൾ ഫ്രഷ് ആയി ഇരുന്നാൽ മാത്രമല്ലേ നമ്മൾക്ക് ആപത്ത്. ഇവളുടെ ഫ്രഷ്നെസ് കളഞ്ഞാൽ കുഴപ്പമുണ്ടാകില്ലല്ലോ. അപ്പോൾ ഹീറോയിൻ പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവൾ പറയുന്നു, നിനക്ക് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു തരാം. നീ ഫ്രഷ് ആയാൽ മാത്രമാണ് അവരുടെ ആചാരപ്രകാരം അവരുടെ അനുഷ്ഠാനത്തിൽ ചേർക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഹീറോയിൻ പറയുന്നു, നീ പറഞ്ഞത് കറക്റ്റ് ആണ്, കന്യാകാതം കളഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അപ്പോൾ ഹീറോയിൻ പറയുന്നു, ശരി തന്നെയാണ്, പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നു. എന്നിട്ട് ആരുടെ കൂടെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അതിന് എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട് എന്ന് അവൾ പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നു, ഞാൻ അതിന് ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ കൂടെയുണ്ടായിരുന്ന കണ്ണട വെച്ച ആൾ പറയുന്നു, ബ്രോ, നിങ്ങൾക്ക് വളരെയധികം പരിക്ക് പറ്റിയിരിക്കുന്നു, നിങ്ങൾ വിശ്രമിച്ചു കൊള്ളൂ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. ശരി ശരി, വേഗം ചെയ്യൂ എന്ന് അവൾ പറയുന്നു. എന്ത് ചെയ്യുവാനോ? എങ്ങനെ? എല്ലാവരുടെയും മുൻപിൽ വെച്ചു എന്ന് അവൻ ചോദിക്കുന്നു. എടാ ചെയ്യടാ, ഇതൊന്നും ഒരു തെറ്റല്ല, ഇതെല്ലാം വളരെ കാഷ്വലാണ് എന്ന് ആ കപ്പിൾസിലുള്ള ലവർ പറയുന്നു. ആ പെൺകുട്ടി എല്ലാത്തിനും തയ്യാറാണ്. അവൾ ഓൾറെഡി ആ മൈൻഡ് സെറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ട് പറയുന്നു, അവൾ വളരെയധികം നാണിക്കുന്നു, താഴെ ഡിക്കിയിലേക്ക് പോയിക്കോളൂ, ഡിക്കിയിലേക്ക് പോയി എൻജോയ് ചെയ്തിട്ട് വരൂ, മറ്റുള്ളത് പിന്നെ പറയാം എന്ന് പറയുന്നു. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് താഴേക്ക് പോകുന്നു. താഴെ പോയി രണ്ടുപേരും നല്ലൊരു പരിപാടി നടത്തുന്നു. ഇവർ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മേലെയുണ്ടായിരുന്ന കപ്പിൾസ്, അവളുടെ ഫ്രണ്ട് എന്നിവരെയെല്ലാം കാണിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ആ ഡ്രൈവർ പെണ്ണുണ്ടായിരുന്നല്ലോ, അവളെ കുത്തുന്നു. എന്തിനാണ്? അകത്ത് അവരുടെ പരിപാടി നടക്കുന്നു. രണ്ടും മാറി മാറി കാണിക്കുന്നു. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ അവിടെ കീ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. ആ രക്തം ഒഴുകിപ്പോയി താഴെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നില്ലേ, അവരുടെ മേൽ തട്ടുന്നു. അവളുടെ മേൽ തട്ടിയതും ആ പെൺകുട്ടിയുടെ വായിൽ കോമ്പല് വരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് അവൾ ഒരു പ്രേതത്തെ പോലെയായി അവനെ കൊന്നുകളയുന്നു. അപ്പോൾ ഇവിടെ കീ കിട്ടിയതിനാൽ അവർ വളരെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ താഴെ അവൾ ഒരു രാക്ഷസിയെ പോലെ വന്നു നിൽക്കുന്നു. ഇത് കണ്ടതും അവർ ഡോർ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും കരയുവാൻ തുടങ്ങുന്നു. കപ്പിൾസിലെ പെൺകുട്ടി കീ ലഭിച്ചതും ബസ് ഓടിച്ച് അവിടെ നിന്നും പോകുന്നു. അവൾ അവിടെ നിന്ന് പോയതും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുന്നു. പിന്നീട് എല്ലാവരും മരിച്ചതിനു ശേഷം ആ കപ്പിൾസിലെ ആ പെൺകുട്ടിയും ഹീറോയിന്റെ ഫ്രണ്ടും കൂടി ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ സൂര്യൻ ഉദിച്ചു. നേരം വെളുക്കുവാൻ തുടങ്ങിയത് ആ ബസ് പെട്ടെന്ന് നിന്ന് പോകുന്നു. ബസ്സിൽ പെട്രോൾ ഇല്ല എന്ന് കരുതുന്നു എന്ന് അവൾ പറയുന്നു. ശരി, കുഴപ്പമില്ല, എന്തായാലും നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നില്ലേ എന്ന് ഫ്രണ്ട് പറയുന്നു. ഇനി നമ്മൾക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ അകത്തു പോയി കിടന്നുറങ്ങുന്നു. അതിനുശേഷം മുഴുവനായി സൂര്യൻ ഉദിക്കുന്നു. എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ മറ്റവൾ ഓൾറെഡി പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. കുറെ നേരമായി പുറത്തു നിൽക്കുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല, ആരും ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല എന്ന് അവൾ പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാർ വരുന്നു. ആ കാർ കണ്ടതും അവരുടെ കയ്യിലുള്ള തോക്ക്, കത്തി എന്നിവയെല്ലാം അവർ മറച്ചു വെക്കുന്നു. ആ കാറിൽ നിന്ന് ഒരു പണക്കാരനായ ഒരു വയസ്സായ ഒരാൾ വന്നു അവരുടെ അടുത്ത് നിൽക്കുന്നു. ഹായ് ലേഡീസ്, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഞാൻ നെറ്റ്വർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ വഴിക്ക് വന്നത്. അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞുകൊള്ളൂ, ഞാൻ ചെയ്യാം. ഇപ്പോൾ അവർ പറയുന്നു, അതെ സാർ, ഞങ്ങൾക്ക് ഹെൽപ്പ് വേണം. ഞങ്ങളുടെ ബസ് നിന്ന് പോയി. എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. കുറെ നേരമായി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. അതിനയാൾ പറയുന്നു, അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങളുടെ ലഗേജ് എല്ലാം എടുത്തുകൊള്ളൂ. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. വേണ്ട സാർ, ലഗേജ് ഒന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിൽ ലഗേജ് ഒന്നുമില്ല. വരൂ സാർ, നമുക്ക് പോകാം എന്ന് പറയുന്നു. അതിനുശേഷം സമാധാനത്തോടെ കാറിൽ കയറിയിരുന്ന് അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് പെൺകുട്ടികൾക്ക് ഒരു ഡൗട്ട് വരുന്നത്. സാർ, നിങ്ങൾ നേരത്തെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുവല്ലോ, എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് ട്രാക്ക് ചെയ്തു വന്നത് സാർ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിന്നിൽ നിന്ന് രണ്ട് കാട്ടുവാസികൾ വന്ന് അവർ രണ്ടുപേരെയും പിടിക്കുന്നു. അപ്പോൾ ആ പണക്കാരൻ ചിരിക്കുന്നു. എന്താ മക്കളെ, ഇതാണ് നെറ്റ്വർക്ക്, മനസ്സിലായോ എന്ന് പറയുന്നു. പെട്ടെന്ന് അതിലെ ഒരു പെൺകുട്ടി ഒരു ഗണ്ണെടുത്ത് അയാളെ വെടിവെച്ച് കൊല്ലുന്നു. അവരെ മാത്രമല്ലാതെ മറ്റു കാട്ടുവാസികളെയും അവൾ കൊന്നുകളയുന്നു. എന്നിട്ട് ഇനിയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞ് ആ കാർ എടുത്ത് അവർ പോകുന്നു. അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ ഹീറോയിൻ ഉണ്ടല്ലോ, അവൾ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് അങ്ങോട്ട് ഓടി വരുന്നു. അവളെ കണ്ടതും അവർ രണ്ടുപേർക്കും പേടിയാകുന്നു.
ഇവൾ മനുഷ്യ സ്ത്രീയല്ല, ഇവൾ ഏതു രാക്ഷസിയാണ് എന്ന് ഒരാൾ പറയുന്നു. അപ്പോൾ മറ്റവൾ പറയുന്നു, അല്ല, ശരിക്കും അവൾ മനുഷ്യ സ്ത്രീയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? പാവം, നമ്മളെ പോലെ തന്നെയല്ലേ അവളും കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്ന് അവൾ പറയുന്നു. അതിനവൾ, അല്ലല്ല, എനിക്ക് ഡൗട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഇത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നവർ പറയുന്നു. ആ സമയത്ത് ഹീറോയിൻ പറയുന്നു, എന്താണ് നിങ്ങൾ എന്നെ വണ്ടിയിൽ കയറ്റാത്തത്? എന്താണ് ആലോചിക്കുന്നത്? ഡോർ തുറക്കൂ പ്ലീസ് എന്ന് അവൾ അപേക്ഷിക്കുന്നു. അപ്പോൾ അവർ, ശരി, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അവളെ കാറിൽ കയറ്റുന്നു. അതിനുശേഷം 3 പേരും ട്രാവൽ ചെയ്തു പോകുന്നു. അവർ ട്രാവൽ ചെയ്തു പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ കൈകൾ ശ്രദ്ധിക്കുന്നു. കൈയിലെ നഖമെല്ലാം ഓട്ടോമാറ്റിക്കായി ബ്ലാക്ക് ആയി മാറുന്നു. അപ്പോൾ അവൾ മനസ്സിൽ പറയുന്നു, എനിക്ക് ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് പോകണം. സിറ്റിയിൽ എത്തുന്നത് വരെ ഞാൻ ആരാണെന്ന് ആരും അറിയാൻ പാടില്ല. അതിനുശേഷം ആ കാർ പോകുന്നു. ആ കാർ പോയി കഴിയുമ്പോൾ ഏലിയൻസ് മോൺസ്റ്റർ സിറ്റിയിലേക്ക് പോകുന്നു എന്ന വിധത്തിൽ കാണിച്ച് ഈ മൂവി ഇവിടെ കഴിയുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമന്റും നൽകാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.